മാധ്യമങ്ങളെ പ്രത്യേകമായിട്ട് തന്നെ അഭിനന്ദിക്കേണ്ടത് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഏറ്റവും പോസിറ്റീവായി സഹകരിക്കുന്ന നിലയാണ് മാധ്യമങ്ങൾ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. വയനാടിന്റെ പുനർനിർമ്മാണത്തിന്റെ നേതൃസ്ഥാനത്ത് തന്നെ മാധ്യമ സാന്നിധ്യം തുടർന്നും ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഇടതുപക്ഷത്തിന്റെ അത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞായിരിക്കും. എല്ലാവരും ഇപ്പോൾ ഇതുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകളും ഈ ഇതുമായി സഹകരിക്കുന്ന നിലയാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആവർത്തിച്ച് പറഞ്ഞതുപോലെ, അതിൽ നമ്മൾ കേന്ദ്രീകരിക്കുക. ഏതെങ്കിലും ചെറിയ ശബ്ദങ്ങൾ അല്ലാതെ വരുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനമെന്ന് നമ്മൾ കാണണ്ട. പൊതുവെ എല്ലാവരും ആരോഗ്യകരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഒന്നിച്ച് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേതെന്തോ എന്തെങ്കിലും എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറഞ്ഞതായിരിക്കും എന്ന് മാത്രമേ കാണൂ. ഇല്ല, അതെടുത്തുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. അതിനല്ലാണ്ട് ഇപ്പൊ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ രക്ഷപ്പെടുത്തലായിരുന്നല്ലോ ആദ്യം. ഇപ്പൊ ഇനിയും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത്തരം ആളുകൾ രക്ഷപ്പെടുത്തുന്നതിനാണ്. ഈ ദിവസങ്ങളൊക്കെ അതിനാണല്ലോ. എന്നാൽ അതേസമയം തന്നെ മറ്റു ചില ആലോചനകളും ആരംഭിച്ചിട്ടുണ്ട്. ഒട്ടും വൈകാതെ തന്നെ അതിവിശദമായ പുനരധിവാസ പാക്കേജ് തയ്യാറാക്കുകയും ചെയ്യും. അതായത് QR കോഡിന്റെ ഒരു പ്രത്യേകത, ഇപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്നത്തെ കാലാണല്ലോ, ഏത് നല്ല കാര്യത്തിനും ചില തെറ്റായ കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുമല്ലോ. നമ്മളാരും ആഗ്രഹിക്കുന്നതല്ലത്. ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് കേരള എന്നുള്ള ആ ഒരു ഭാഗത്ത് കേരള ഗവൺമെന്റ് എന്ന് വെച്ചുകൊണ്ട് ചെയ്താൽ നമ്മൾ എവിടത്തേക്കാണോ പോകേണ്ടത് അതിനു പകരം വേറൊരു സ്ഥലത്തേക്ക് ഈ പണം പോകുന്ന നില വരുമല്ലോ. അപ്പോൾ തട്ടിപ്പ് ഒഴിവാക്കാൻ അത് ഉപയോഗിക്കാതിരിക്കൽ മാത്രമേ ഇപ്പോൾ മാർഗമുള്ളൂ. ഇത് വ്യാപകമായിട്ട് വരുമ്പോൾ ചിലരത് ദുരുപയോഗിച്ചേക്കാമെന്നൊരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയുള്ള ശ്രമങ്ങളുണ്ടായതായും ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണ് അതിപ്പോൾ ഉപയോഗിക്കേണ്ട എന്ന് കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ ക്യാമ്പുകൾ തന്നെയാണ്. ആ ക്യാമ്പുകൾ സ്ഥിരമായിട്ടല്ല, പക്ഷെ അതിന്റെ ആലോചനകളിലേക്ക് കടക്കും. ഇപ്പോൾ അല്ല, അത് സാധാരണ അക്കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവരെല്ലാം ബന്ധപ്പെട്ടിരുന്നു, അവരെല്ലാം അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദൈനംദിനം എന്ന വണ്ണം കേന്ദ്ര സംസ്ഥാന ബന്ധമുള്ളതാണ്, കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഈ കാര്യത്തിൽ പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് കാര്യങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കാൻ തയ്യാറാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇതിവിടെ ഒരു വലിയ അതിതീവ്ര ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയൊരു ദുരന്തമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കുന്നതിന് വിഷമമുണ്ടാവില്ല. സാധാരണഗതിയിൽ ചെയ്യാവുന്നതാണ്. ദേശീയ ദുരന്തം ആയി പ്രഖ്യാപിക്കണം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഇങ്ങനെ പ്രഖ്യാപിച്ചാലും ചില കാര്യങ്ങൾ പ്രത്യേകമായി ചെയ്യാൻ സാധിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റുമായിട്ട്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാമല്ലോ. ശരി.